പത്തനംതിട്ടയിൽ പ്രചരണത്തിനെത്തിയ ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ഊന്നിയത് ശബരിമല വിഷയത്തിൽ. കെ സുരേന്ദ്രൻ ബി.ജെ.പിയുടെ അല്ല, അയ്യപ്പ ഭക്തരുടെ സ്ഥാനാർത്ഥിയാണെന്ന് അമിത്ഷാ പറയുന്നു. പത്തനംതിട്ടയിലെ മുഖ്യ പ്രചാരണ വിഷയം ശബരിമലയിലേക്കും ആചാര സംരക്ഷണത്തിലേക്കും മാത്രം കേന്ദ്രീകരിക്കാനാണ് ബി.ജെ.പി. ശ്രമിക്കുന്നത്. കൊട്ടിക്കലാശത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരകനെ തന്നെ രംഗത്തിറക്കി സുരേന്ദ്രൻ അയ്യപ്പ ഭക്തരുടെ സ്ഥാനാർത്ഥിയാണെന്ന് പ്രഖ്യാപിച്ചതിലൂടെ ബി.ജെ.പി. മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം വ്യക്തമാണ്. നേരത്തെ പത്തനംതിട്ട നഗരത്തിൽ അമിത്ഷാ റോഡ് ഷോയും നടത്തിയിരുന്നു. മഴ കാരണം 1 കിലോമീറ്റർ മാത്രമായിരുന്നു റോഡ് ഷോ. പത്തനംതിട്ടയിൽ നിന്ന് സമീപ ജില്ലകളിലും നിന്നെത്തിയ ആയിരക്കണക്കിന് പ്രവർത്തകർ റോഡ് ഷോയിൽ പങ്കെടുത്തു. റോഡ് ഷോയ്ക്കിടെ പെയ്ത മഴ പ്രവർത്തകരുടെ ആവേശം കെടുത്തിയില്ല എന്നത് തന്നെയാണ് ശ്രദ്ധേയം. പത്തനംതിട്ടയിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ, ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ പി.എസ്. ശ്രീധരൻപിള്ള, ജനപക്ഷം നേതാവ് പി.സി. ജോർജ്, മുൻ ക്രിക്കറ്റ് താരവും ബി.ജെ.പി. പ്രവർത്തകനുമായ ശ്രീശാന്ത് എന്നിവരും റോഡ് ഷോയിൽ പങ്കെടുത്തു. 7 നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് റോഡ് ഷോയിൽ വൻതോതിൽ പ്രവർത്തകരെ അണിനിരത്താൻ ബി.ജെ.പി. നേതൃത്വത്തിന് തന്നെയായി. മഴ കനത്തതോടെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ പൊതുയോഗം ഉപേക്ഷിച്ച് അമിത്ഷാ മടങ്ങി. മഴ കാരണം ആലപ്പുഴയിലെ തിരഞ്ഞെടുപ്പ് പര്യടനവും അമിത്ഷാ പങ്കെടുത്തില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പത്തനംതിട്ടയിൽ എത്തിക്കാൻ ബി.ജെ.പി. ശ്രമിച്ചിരുന്നെങ്കിലും സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് അത് നടന്നിരുന്നില്ല. രാഹുൽ ഗാന്ധിയും സീതാറാം യെച്ചൂരിയും പിണറായി വിജയനും അടക്കം നിരവധി പ്രധാനപ്പെട്ട നേതാക്കൾ പ്രചരണത്തിന് പത്തനംതിട്ടയിൽ എത്തിയിരുന്നു. 3 മുന്നണികളും സകല സംഘടനാ ശേഷിയും ഉപയോഗിച്ച് വൻ പ്രചരണം സംഘടിപ്പിക്കുമ്പോൾ ശക്തമായ ത്രികോണ മത്സരമാണ് പത്തനംതിട്ടയിൽ നടക്കുന്നത്. കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് പത്തനംതിട്ട. സിറ്റിംഗ് എം.പി. ആന്റോ ആന്റണിയും വീണ ജോർജും കെ സുരേന്ദ്രനും മത്സര രംഗത്ത് ഇറങ്ങുമ്പോൾ ത്രികോണ മത്സരത്തിനപ്പുറം അവിടെ വ്യക്തമാകുന്ന രാഷ്ട്രീയം എന്താകും? ശബരിമല അയ്യപ്പന്റെ സ്ഥാനാർത്ഥിയാണ് സുരേന്ദ്രൻ എന്ന് അമിത്ഷാ ആവർത്തിക്കുമ്പോൾ അതിൽ നിലനിൽക്കുന്ന സന്ദേശം വ്യക്തമാണ്. ശബരിമല വിഷയത്തെ മുൻനിർത്തി തന്നെയാണ് ഇത്തവണ ബി.ജെ.പി. തിരഞ്ഞെടുപ്പിൽ ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുന്നതെന്ന്. എന്തായാലും അവിടെ മുൻതൂക്കം വീണ ജോർജിനാണോ, കെ സുരേന്ദ്രനാണോ, ആന്റോ ആന്റണിക്കാണോ എന്ന് ജനം തീരുമാനിക്കട്ടെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.